എല്ലാവർക്കും ഹ്രീങ്കാര സമുദ്രയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഗണേശ പഞ്ചരത്നം പഠിക്കാൻ പോവാണ്. ഗണപതി ഭഗവാന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്തോത്രങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല നമുക്ക് വളരെ എളുപ്പം ജപിക്കാൻ പറ്റും. നമ്മൾ എത്ര വലിയ തിരക്കിൽ പോകുന്ന ആളാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ജപിക്കാൻ പറ്റുന്ന ഒരു സ്തോത്രമാണ്. ഏറ്റവും ഉത്തമം രാവിലെ ജപിക്കുന്നതാണ് കേട്ടോ, ഏറ്റവും ഉത്തമം. പിന്നെ നിങ്ങളുടെ സമയത്തിനനുസൃതമായിട്ട് നിങ്ങൾക്ക് രാവിലെ പറ്റിയില്ല, ഉച്ചയ്ക്ക് പറ്റുള്ളൂ, വൈകിട്ടേ പറ്റുള്ളൂ, ബസ്സിൽ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ജപിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു ടീച്ചറാണെങ്കിൽ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴായിരിക്കും ജപിക്കുക. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഭക്തിയോടെ ഭഗവാനെ ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ പ്രഭാതത്തിൽ ഗണേശ്വരനെ ധ്യാനിച്ച ശേഷം അടിയുറച്ച് ഭക്തിയോടെ ജപിക്കുകയാണെങ്കിൽ, ആ ഒരു ജപം ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുതരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കൺസിസ്റ്റൻസി ഉണ്ടാവണം, അതായത് കൃത്യനിഷ്ഠ പാലിച്ച് വേണം ജപിക്കാൻ വേണ്ടിയിട്ട്. സ്ത്രീകൾ പീരീഡ്സ് മുതലായിട്ടുള്ള കാര്യങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സ്തുതിക്കാൻ വേണ്ടിയിട്ട് പീരീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ, ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുദാകരാത്ത മോദകം, മുദാകരാത്ത മോദകം. നിങ്ങൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തോളൂ, ഞാൻ പയ്യെ പയ്യെ ചൊല്ലാം. മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേഭദൈത്യകം നതാശുഭാശുനാശകം നമാമിതം വിനായകം. അപ്പം നമുക്കതിനകത്ത് വേർഡ് ബൈ വേർഡ് ആദ്യം ഒന്ന് നോക്കാം കേട്ടോ. മുദാ കര ആത്ത മോദകം അല്ലേ, മുദാ കര ആത്ത മോദകം. ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു വേർഡ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. മുദ എന്താണ്? ആനന്ദത്തോടെ അല്ലെങ്കിൽ സന്തോഷപൂർവം. കര എൻ്റെ കയ്യിൽ, കരം എന്താ നമുക്കറിയാം. കര എന്താണ്? കരാത്ത, കരാത്ത മോദകം. എന്താ കരാത്ത? എന്താ? കയ്യിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന മോദകം. എന്താണ് മോദകം? ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണ് മോദകം. അപ്പം എന്താ? മുദാകരാത്ത മോദകം, സന്തോഷപൂർവം കയ്യിൽ മോദകം ധരിച്ചിരിക്കുന്നവൻ, സദാ എപ്പോഴും, വിമുക്തി സാധകം. വിമുക്തി എന്താ? എപ്പോഴും മോക്ഷം, വിമുക്തി മോക്ഷം പ്രദാനം ചെയ്യുന്നവനും സാധ്യമാക്കുന്നവനും. പിന്നെന്താ പറയണത്? കലാധരാവതംസകം. കലാധര എന്താണ്? കലാധര, കലാധര ചന്ദ്രനെ ധരിക്കുന്നവൻ. കലാധര അവതംസകം. കലാധരാവതംസകം എന്ന് പറയുന്നത് കലാധര അവതംസകം. എന്താണ്? ചന്ദ്രനെ ധരിച്ചിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയിരിക്കുന്നവനും. പിന്നെന്താണ്? വിലാസി ലോകരക്ഷകം. വിലാസി ലോകരക്ഷകം എന്താണ്? ആനന്ദത്തോടെ കളിക്കുന്ന, അല്ലെങ്കിൽ വിലാസി എന്ന് പറയുന്നത് ആനന്ദത്തോടെ ലീല ചെയ്യുന്ന ലോകരക്ഷകനാകുന്നവൻ. അതായത് തൻ്റെ ദിവ്യലീലയിലൂടെ ലോകങ്ങളെ സംരക്ഷിക്കുന്നവൻ. അനായക ഏകനായകം. അതാണ് അനായകൈകനായകം. അതായത് അനായക ഏക നായകം. അതാണ് അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അനായകൈക നായകം. എന്താണ്? അനായക ആരുമില്ലാത്തവൻ, ആശ്രയമില്ലാത്തവൻ. അവൻ എന്താ? ഏകനായകൻ, ഏകരക്ഷകനാകുന്നവൻ. ഏതൊരുവനോ, അതായത് ആശ്രയമില്ലാത്തവരുടെ ഏകരക്ഷകനാകുന്നവൻ. പിന്നെന്താ പറയുന്നത് നോക്കൂ.
വിനാശിത ഇഭ ദൈത്യകം. അതാണ് വിനാശിതേഭ ദൈത്യകം. എന്താണ് വിനാശിത? നശിപ്പിച്ച. ഏത്? ഇഭ, ആന പോലുള്ള അസുരനെ, അല്ലെങ്കിൽ ഗജാസുരനെ, ആനയുടെ രൂപം ധരിച്ച അസുരനെ നശിപ്പിച്ചവൻ. നമുക്കൊക്കെ അറിയാം, ഗണേശൻ്റെ ഒരു ഏറ്റവും വലിയ ലീലയാണ് ഗജാസുരനെ നശിപ്പിച്ചത് എന്നുള്ളത്. അപ്പം ഗജാസുരനെ ഇല്ലാണ്ടാക്കിയ ഗണപതിയെ എന്നാണ് അവിടെ പറയുന്നത്. പിന്നെന്താ പറയണത്? നതാശുഭാശു നാശകം. നത അശുഭ ആശു നാശകം. നത എന്താ? നമസ്കരിക്കുന്നവരുടെ എന്താ? അശുഭ അമംഗളദോഷങ്ങളെ, ആശു വേഗത്തിൽ, നാശകം നശിപ്പിക്കുന്നവൻ. എന്താ? ഭക്തന്മാരുടെ എല്ലാവിധ അമംഗളങ്ങളെയും ഉടനെ നശിപ്പിക്കുന്നവനാകുന്ന ഗണപതി ഭഗവാനെ നമാമി, ഞാൻ നമസ്കരിക്കുന്നു. തം, ആരെ? നമാമി തം, നമിക്കുന്നു ഞാൻ ആരെ? വിനായകനെ, ഗണപതിയെ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താണ്? മോദകം എന്ന് പറയുന്ന ആ ഒരു പലഹാരം പ്രസന്നതയോടെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ഭഗവാൻ ഭക്തന്മാരെ അനശ്വരമായ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഭഗവാൻ, ചന്ദ്രകല ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ഭഗവാൻ, തൻ്റെ വിലാസത്താൽ ലോകത്തെ രക്ഷിക്കുന്ന ഭഗവാൻ, അനാഥർക്ക് ഏകനാഥനും ഗജാസുരനെ നിഗ്രഹിച്ചവനുമായിരിക്കുന്ന ഭഗവാൻ. ഈ ഭഗവാൻ ഭക്തന്മാരുടെ ദുരിതങ്ങളെ വേഗം നശിപ്പിക്കുകയും എന്നിട്ടെന്താ? അവർക്ക് ആശ്രയവുമാകുന്നു. അങ്ങനെയുള്ള വിനായകനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ഒരു ആദ്യ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചൊല്ലാട്ടോ. മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം കലാധരാവതം സകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേഭദൈത്യകം നതാശുഭാശുനാശകം നമാമി തം വിനായകം. ഞാനൊരു ഗായികയൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് ഇത്ര ഇനത്തിൽ പാടാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ല ഇനങ്ങളിൽ പാടാം കേട്ടോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ പാടി സ്തുതിക്കാം. പിന്നെ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു ഇന്നർ മീനിങ്ങിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മോദകം കയ്യിൽ ധരിച്ചിരിക്കുന്ന ഭഗവാൻ എന്ന് വിനായകനെ പറയാൻ കാരണം ആത്മാനന്ദത്തിൻ്റെ പ്രതീകമാകുന്ന മധുരത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ മധുരം പുറം ലോകത്തിലെ ഒരു വസ്തുക്കളിലല്ല നമ്മൾ കാണേണ്ടത്, ആത്മീയമായിട്ട് ഉള്ളിലാണ് കാണേണ്ടത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഗണപതി അജ്ഞാനത്തെയും അഹങ്കാരത്തെയും അതുപോലെ നമ്മുടെ കർമ്മബന്ധങ്ങളെയും ഇല്ലാണ്ടാക്കി ജീവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഒരു ഗുരുതത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കലാധരാവതംസകം അഥവാ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നവൻ എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഗണപതിയെ ശിവനുമായിട്ട് സമാനപ്പെടുത്തുന്നുണ്ട്. പുരാണങ്ങളിൽ പരമശിവൻ മാത്രമല്ല ചന്ദ്രക്കല അണിഞ്ഞിട്ടുള്ള ഭഗവാൻ. ലളിതാ മഹാത്രിപുര സുന്ദരി ചന്ദ്രക്കല അണിഞ്ഞവൾ തന്നെയാണ്. അങ്ങനെ ഈ പരബ്രഹ്മ സ്വരൂപത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചന്ദ്രക്കല ധരിച്ചതായിട്ട് പല വട്ടങ്ങളിൽ പല സ്തോത്രങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഇഭദൈത്യൻ അഥവാ ആനയെ പോലിരിക്കുന്ന ഗജാസുരൻ, ശരിക്കും ഗജാസുരനെ നശിപ്പിക്കുന്നതോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഗണപതിക്കും ഗജാസുരനും ഒരേ രൂപമാണ്. ഗണപതിക്കും ഗജാസുരനും ഒരേ രൂപമാണ്. പക്ഷെ ഒരേ ശീലമാണോ? അല്ല. മനുഷ്യരെപ്പോഴും ദൈവത്തിൻ്റെ പ്രതീകാത്മകങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ പല കഥകൾ പറയലുണ്ട്. ശരിക്കും നമ്മൾ ദൈവികമായിട്ട് കാണുന്ന പലരും അവരുടെ ഉള്ളിൽ അസുരനെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും സാധനയിൽ ശക്തപ്പെടാത്ത വണ്ണം ദൈവികമായിട്ടുള്ള പുറംചട്ടകളണിഞ്ഞ് മറ്റ് പലരും നമ്മളെ വളരെയധികം ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത സിറ്റുവേഷൻസിലൂടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ, ആശ്രയിച്ച് കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഒരാൾ അവിടെ ഉണ്ട്. ആ ആളാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കൈലാസത്തിലിരിക്കുന്ന അംബികയുടെ മകനായിട്ട് കാണുന്നതിലുപരി ആദിമൂല ഗണപതി ഭഗവാനായിട്ടും
ഭണ്ഡാസുര വധകാലത്ത് കാമേശ്വരിമാർക്ക് ജനിച്ച ആ ശ്രീ വിദ്യാവല്ലഭ ഗണപതിയായിട്ടും അദ്ദേഹത്തെ കാണുന്നത് വളരെ നന്നായിരിക്കും. അത് പരബ്രഹ്മ സ്വരൂപത്തിൽ തന്നെ ഗണപതി ഇരിക്കുന്നതിൻ്റെ സൂചകമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ശ്ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാനും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒന്നുകൂടെ ജപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. മുദാകരാത്തമോദകം സദാ വിമുക്തിസാധകം കലാധരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശുനാശകം നമാമി തം വിനായകം. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മനസ്സുകൾക്കും ഹ്രീങ്കാരസമുദ്രയുടെ പേരിൽ ഞാൻ ആശംസിക്കുകയാണ്. സാക്ഷാൽ വിനായകൻ നിങ്ങളുടെ സമസ്ത വിഘ്നങ്ങളും തീർത്തു തരട്ടെ. ഓം ഗംഗണപതേ നമഃ.